ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്, അപ്പോൾ ഞാൻ മിനിയാന്നൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണാറുള്ള ഈ ഒരു ചേമ്പില വെച്ചിട്ട്, ഞങ്ങളിതിനെ താള് എന്ന് പറയും. അപ്പോൾ ഈ ഒരു ചേമ്പില വെച്ചിട്ട് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബിലൊന്നും ഈ ഒരു റെസിപ്പി ഞാൻ യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. ഹസ്ബൻഡിൻ്റെ ഉമ്മ ചെയ്യുന്ന റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെസിപ്പി ചെയ്യുമ്പോൾ പറയാം കേട്ടോ. പിന്നെ അതുപോലെ ഇതിൻ്റെ തണ്ടും കൂടി വേണം. അപ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു തണ്ടിൻ്റെ ഇതിലിങ്ങനെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്നും കയ്യിലൊന്നും ആകാതെ നോക്കുക, ചൊറിച്ചിലുണ്ടാവും. നമ്മളിത് കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ ഒന്ന് നിരത്തി എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഇത് നല്ലോണം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇല ചെറുതും വലുതുമൊക്കെ ആയിട്ട് ഒരു 12 അല്ലെങ്കിൽ ഒരു 15 ഇല മതിയാവും കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ തണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. തണ്ട് കളയണ്ട, തണ്ട് വേണം. അപ്പോൾ ഇത് 2 രീതിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ തണ്ട്. ഒന്ന് പിങ്ക് കളറിലും ഒന്ന് ഈ ഒരു വൈറ്റ് കളറിലും. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമുക്കിത് തണ്ട് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ ഇല സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കണം. നല്ലോണം ചെറുതാക്കിയിട്ട് വേണം ഇതിൻ്റെ ഇല കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ കുറേ ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടിയെടുത്ത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ. മഞ്ചേശ്വരം ആ ഒരു ഭാഗത്താണ്. അപ്പോൾ അവിടുത്തെ ഉമ്മ ഇങ്ങനെ മുമ്പൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോൾ പെങ്ങളെ വീട്ടിൽ മുമ്പ് ഒരു പരിപാടി ഉണ്ടായപ്പോൾ ഇങ്ങനെ ചെറിയ പെങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം, പത്രട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പെങ്ങളെ മോൻ്റെ വൈഫിൻ്റെ അവിടെ നിന്നൊക്കെ വന്നിട്ട് അവരൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ എനിക്കത് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നത് ഞാൻ ഈ ഒരു സംഭവം ചെയ്യണം, അപ്ലോഡ് ആക്കണം. അപ്പോൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെയൊന്നും കണ്ടില്ല. വേറെ കുറേ രീതിയിൽ പത്രട എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഞങ്ങൾ കോഴിക്കടുമ്പ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ഇത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചിക്കനൊന്നും ഇട്ടില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നമ്മളിങ്ങനെ ഒരു പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു 2 പിടി അത്ര ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര മതി കേട്ടോ. 1/2 കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ തണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് ഈ ഒരു രീതിയിൽ, അങ്ങനെ നല്ലോണം ചെറുതാക്കിയിട്ടല്ല, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു തണ്ട് വെച്ചിട്ട് കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആ ഒരു ഇല വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കുന്നത്. എന്നിട്ടത് ആ അപ്പം ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് സംഭവം. പിന്നെ ഈ ഒരു തണ്ടിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് ഒരു 1/4 കപ്പ് വേണ്ട തൂവരപ്പരിപ്പ് അല്ലെങ്കിൽ വെളുത്ത പയറുണ്ടല്ലോ, അത് ഏതെങ്കിലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത് ആദ്യം സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. എന്നിട്ട് തണ്ട് പെട്ടെന്ന് വേകുമല്ലോ, അപ്പോൾ തണ്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുന്നെങ്കിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് വറ്റൽമുളക്, ഒരു 4 or 5 വറ്റൽമുളക്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പാനിലിട്ടിട്ടൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്, വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് നമ്മുടെ മല്ലി, അതും കൂടെ വറുത്തെടുത്തതാണ്, എണ്ണയൊന്നും ചേർക്കാതെ. പിന്നെ വേണ്ടത് ഒരു പകുതി സവാള, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട്, ഞാൻ ഗ്രൈൻഡറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ബ്ലെൻഡറിലാണെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഇത് അരഞ്ഞ് വരുമ്പോഴേക്കും ഇതിലോട്ട് ഒരു 2 or 3 വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ട് അരക്കുക. എന്നിട്ട് അവസാനം അരഞ്ഞ് വരുമ്പോഴേക്കും വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഗ്രൈൻഡറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അരഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1/2 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പച്ചരിയാണ്, നമ്മുടെ സാധാരണ ദോശ റൈസ്. ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ലൂസാക്കിയിട്ടല്ല കേട്ടോ അരച്ചെടുക്കേണ്ടത്. അത്യാവശ്യം തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. നമ്മൾ ആ ഒരു ഇഡലിക്കൊക്കെ അരച്ചെടുക്കുന്നില്ല, ആ ഒരു നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാറില്ല, ആ ഒരു രീതിയിലൊക്കെ അരച്ചെടുത്താൽ മതി. അപ്പോൾ അരക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരി അങ്ങനെ വെള്ളം വാർന്നിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് അതിലും ഉണ്ടാവും, എന്നാലും
നമുക്കത് നോക്കുമ്പോൾ അറിയാം. അരക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഈ അരച്ച മാവിലോട്ട് നമ്മൾ ആ ഒരു ഇലയൊക്കെ ചേർത്തിട്ടാണ് പിന്നെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ആ ഒരു ഇല അതൊക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെക്കണം. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിലോട്ട് ഇല ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് ഇല ഇട്ട് കൊടുത്തിട്ടില്ല, അരിഞ്ഞ് വെച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എത്ര ബാക്കിയുള്ളതെന്ന്. കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ ഇതിലോട്ട് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് വേണമെങ്കിൽ ബാക്കിയുള്ള ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് ഇലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്ര ഇല ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമില്ല, നമുക്ക് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാഴയില ഒന്ന് ക്ലീൻ ചെയ്ത് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴൊന്നും മുറിഞ്ഞു പോവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലോട്ട് ഈ ഒരു മാവ് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മടക്കി എടുത്തിട്ട് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. പിന്നെ വലിയ വാഴയിലയാണെങ്കിൽ കുറച്ച് കൂടുതൽ മാവ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ രണ്ടറ്റവും കൂടെ മടക്കിയിട്ട് മാവൊക്കെ പുറത്ത് വരാത്ത രീതിയിലൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറിയ ഇല ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. കെട്ടി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ലൂസായിട്ട് കെട്ടി കൊടുത്താൽ മതി. കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു വാഴ ഇലക്ക് പകരം പിന്നെ ഞങ്ങൾ ചക്ക മടക്കി വെച്ചതെന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇല വേറെയാണ്, ആ ഒരു മടക്കി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ഇല ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കിട്ടാത്ത കൊണ്ട് ഞാൻ വാഴ ഇല എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു ചേമ്പില വെച്ചിട്ട് ചെയ്യുന്ന ഈ ഒരു ഫുഡ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ചൊറിച്ചിലുണ്ടാവില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണൊക്കെ പുളി കുതിർത്ത വെള്ളം ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ 20 മിനിറ്റാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കുറച്ച് ഒരു 30 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഒരു ഓൾമോസ്റ്റ് 25 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരു സ്റ്റീമറിൽ നമ്മൾ വെള്ളം ചേർക്കുമല്ലോ, അതൊക്കെ ഒന്ന് ആദ്യം തന്നെ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് വറ്റി പോകും. അപ്പോൾ ഇതിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇനി നേരത്തെ അരക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് ലൂസാക്കിയിട്ടൊന്നും എടുക്കണ്ട. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി നേരത്തെ മാറ്റി വെച്ച ആ ഒരു ചേമ്പില തണ്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഈ ഒരു തണ്ട് ഇട്ട് കൊടുക്കാം, ഒന്ന് വാഷ് ചെയ്തിട്ട്. പിന്നെ ഇതിലോട്ട് അതിൻ്റെ ഇല ബാക്കിയുണ്ടായിരുന്ന ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട, പാകത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ, ഇത് പെട്ടെന്ന് വേകും. അങ്ങനെ കുറേ നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ വേവിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളം മതി. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഉപ്പ് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അരപ്പൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പ് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അരപ്പ് നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കുന്നില്ലല്ലോ. നമ്മളുടെ ആ ഒരു സാധാരണ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ കറി ഉണ്ടാക്കി എടുത്താൽ മതി. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. എന്നാലും ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് തിളച്ച് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. തിള വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു അപ്പം കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇത് നമുക്കിനി സ്ലൈസ് ചെയ്തെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലൊന്നും ഇങ്ങനെയുള്ളത് കണ്ടിട്ടില്ല കേട്ടോ. വേറെ രീതിയിലൊക്കെ കറിയും പിന്നെ അങ്ങനെയൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു സംഭവം. ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു മാംഗ്ലൂർ സൈഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മിനിയാന്ന് ആ ഒരു വ്ളോഗിൽ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണാറുള്ള ഈ ഒരു ചേമ്പില, അല്ലെങ്കിൽ ഞങ്ങൾ താള് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ചേമ്പിലൊക്കെ പകരം ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെയും ചെയ്യുന്നുണ്ട് ഈ ഒരു പത്രയുടെ. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി തിള വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കറി ഒരിച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഒരു 3-4 തവിയൊന്ന് മാറ്റി വെക്കാം. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി നമുക്ക് പിന്നെ വേറെ എന്തിനെങ്കിലുമൊക്കെ വേറെ ദോശക്കും അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാം. ഈ ഒരു കറി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇതിപ്പോൾ തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആ ഒരു അപ്പം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര കറി മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ ഒരു അപ്പം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റി വെച്ച കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇത്രയും കറി മതി. ഇത് തിളച്ച് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് തിക്കായിട്ട് ഈ ഒരു അപ്പത്തിലോട്ടൊക്കെ നല്ലോണം പിടിച്ച് ആ ഒരു രീതിയിലായി കിട്ടും. അപ്പോൾ നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വലിയ തവിയൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ എന്തെങ്കിലും നല്ല വലിയൊരു സ്പൂണ് പോലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പൊടിഞ്ഞു പോകാതെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു കുഴഞ്ഞ പരുവത്തിൽ ഈ ഒരു അപ്പത്തിലോട്ട് ആ ഒരു കറിയൊക്കെ പിടിച്ചിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട്. ഈ ഒരു കറിയും അപ്പവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.